ഹലോ നമസ്കാരം. ഞാനാണെങ്കിൽ ഇന്നലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ വളരെ താഴ്ന്ന് പറന്ന് പോകുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനന്ന് നടന്നു നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആ സ്ഥലത്താണ് ഈ ഹെലികോപ്റ്റർ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തിനാണ് അവിടെ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പം ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് വളരെ വലിയ ഒരു മൈനിങ്ങിൻ്റെ ഒരു മേഖലയാണ് ഈ ക്ലോൺകറി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സംഭവം കൂടിയാണ് ഇവിടെ കന്നുകാലി വളർത്തൽ. വളരെ വലിയ പ്രാധാന്യമാണ്. അതായത് 100 കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കന്നുകാലി വളർത്തലാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ കന്നുകാലി ഇങ്ങനെ വളർത്തുമ്പോഴുണ്ടല്ലോ, ഇതിനെ സാധാരണഗതിയിൽ ഒന്നുകിൽ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലൊക്കെ പോയിട്ടാണ് ഇതിനെ കൂട്ടത്തോടെ അതിൻ്റെ കന്നുകാലിയുടെ ആ കാറ്റിൽ ഷെഡിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലും നടന്നിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഒരുപാട് കന്നുകാലികൾ ചിതറി പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇതിനെ ഒന്നിച്ച് കൂട്ടത്തോടെ ആ ഒരു കാറ്റിൽ ഷെഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഹെലികോപ്റ്റേഴ്സാണ്. അപ്പോൾ മിക്കവാറും ഈ കാറ്റിൽ ഫീൽഡുള്ള ആൾക്കാർക്കൊക്കെ, കന്നുകാലി വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ സ്വന്തമായിട്ട് ഹെലികോപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഹെലികോപ്റ്ററാണ് ഞാൻ ഇന്നലെ കാണുന്നത്. അപ്പോൾ ആ ഹെലികോപ്റ്റർ ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആ ഹെലികോപ്റ്റർ, ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഹെലികോപ്റ്റർ തിരിച്ച് ഉയർന്നു പോകാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന ഒരു ഹെലികോപ്റ്ററായിരുന്നു. അപ്പോൾ ആ ഹെലികോപ്റ്ററിൻ്റെ വീട് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കണം.